ഈ ഏതാണ്ട് 245 പാലങ്ങൾ പണിത ഇബ്രാഹിം കുഞ്ഞ് നടത്താത്ത ഒരാഘോഷം എന്തിനിപ്പോൾ ഈ സർക്കാർ നടപ്പാക്കുന്നു എന്നതാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചോദിച്ചത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ട 2 പാലങ്ങളാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ്. സ്വാഭാവികമായും അതിനെ ആമട്ടിൽ രാഷ്ട്രീയമായി ഇടതുമുന്നണി ഉപയോഗിക്കുന്നു എന്നുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും സ്വന്തമായി പദ്ധതികളില്ല, പ്രഖ്യാപിച്ച UDF പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുക മാത്രമാണ്, അത് പൂർത്തീകരിക്കുക മാത്രമാണ് ഇടതുമുന്നണി ചെയ്തത് എന്ന ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങ് ചോദിച്ച കാര്യങ്ങളിൽ 2-3 കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞപ്പോൾ അതിൽ കേട്ട ചില കാര്യങ്ങളും. അതിലൊന്ന്, ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞ കാര്യത്തിൽ ആദ്യം അദ്ദേഹം തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ച് പറയാം. അദ്ദേഹം പറഞ്ഞത് ഈ ഉദ്ഘാടനം വൈകുന്നു എന്നതിൻ്റെ പേരിൽ ജനകീയ ഉദ്ഘാടനം നടക്കുന്നത് അതൊന്നും പുതിയ കാര്യമല്ല എന്ന് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് വൈറ്റില മേൽപ്പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കേട്ടത് ബഹുമാന്യനായ സ്ഥലം MLA കൂടിയായ കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ PT തോമസ് വളരെ ശക്തിയായി അസന്നിഗ്ധമായി, മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികൾ അരാജകത്വമാണ്, അതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൃക്കാക്കര MLA പറയുന്നതാണോ കോൺഗ്രസിൻ്റെ നിലപാട്, അതോ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവ് പറയുന്നതാണോ നിലപാട്, അതോ ഓരോരുത്തർക്കും ഓരോ നിലപാടാണോ? അങ്ങനെയാണെങ്കിൽ ഓരോന്നിനോടും മറുപടി പറയാന്ന് പറഞ്ഞാൽ എനിക്കും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതവിടെ പറഞ്ഞു നിർത്തുന്നു. 2, ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്താണ് ഇത്ര ആഘോഷിക്കാനുള്ളത്? ഒരുപാട് പാലം പണിതു ബഹുമാന്യനായ ശ്രീ VK ഇബ്രാഹിം കുഞ്ഞെന്നാണ് പറയുന്നത്. അതിന് ഞാനിങ്ങനെ അവതാരകൻ ആ ചോദ്യം എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് മറുപടിയാണ് ഞാൻ അതിന് പറയേണ്ടത്. ആ ഒരുപാട് പാലങ്ങൾ പണിത ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ എവിടെയാണ് എന്ന് ഞാൻ ചോദിച്ചാലോ? ആ ഒരു ചോദ്യം മതിയാവും അതിന്. ഞാൻ പറയുന്നത്, അവരുടെ കാലത്ത് ഒരു പാലവും പണിതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കുറേ ചെറുതും വലുതുമായ പാലങ്ങളൊക്കെ പണിതിട്ടുണ്ടാവുന്നേ, എല്ലാ കാലത്തും പണിയും. അതിൽ ആ പണികളിൽ നടന്ന കൃത്രിമത്തിൻ്റെയും അഴിമതിയുടെയും പേരിൽ ജയിലിലടക്കപ്പെടുകയാണ് ചെയ്തത്. മറ്റേ അസുഖാവസ്ഥയായതുകൊണ്ട് ജയിലിൽ പോകാതെ ആശുപത്രി ജയിലായി ഡിക്ലെയർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതൊക്കെ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യണോ? ഞാനതൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ മുൻ മുഖ്യമന്ത്രിയുടെ ചില അവകാശവാദങ്ങൾ അത്തരം ചർച്ചയിലേക്ക് നമ്മളെ ഒരുപക്ഷെ നയിച്ചേക്കും. ഇവിടെ ഇപ്പോൾ ഈ 2 മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം എന്തിനിങ്ങനെ കൊണ്ടാടുന്നു എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ജനങ്ങളുടെ ഒരു മൂഡാണ്. എന്തുകൊണ്ടാണെന്നോ, ഒന്ന്, ഇത് പതിറ്റാണ്ടുകൾ നീണ്ടുപോയില്ല. അങ്ങനെ നീണ്ടുപോകാവുന്ന ഭൗതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. പ്രളയം, മഹാപ്രളയം, കാലവർഷക്കെടുതി, ലോക്ക്ഡൗൺ, കോവിഡിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൗൺ, ഈ തടസ്സങ്ങളെയൊക്കെ നേരിട്ട് പണി പൂർത്തിയാക്കി. പിന്നെ പാലാരിവട്ടം പോലെ അല്ല ഇത്. ഇതിലൊക്കെ ജനങ്ങൾ ആവേശഭരിതരാണ്. വെറും 2 മേൽപ്പാലമായതുകൊണ്ട് മാത്രമല്ലേ, അവർ നോക്കുമ്പോൾ ഇതിന് അനുകൂലമായി കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ, മാറ്റങ്ങൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിതരണ രംഗത്ത് ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സംയുക്തിക പരിണാമം എന്ന നിലക്കാണ് പൊതുമരാമത്ത് മേഖലയിലെ അഭൂതപൂർവമായ ഈ മാറ്റങ്ങൾ. പുതിയ കാലം പുതിയ നിർമ്മാണം എന്ന മുദ്രാവാക്യമാണ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. അവരുടെ വളരെ മാതൃകാപരമായിട്ടുള്ള ഈ നിർമ്മാണങ്ങൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാവും, ഒരാഘോഷം ഉണ്ടാവും. അതങ്ങ് സഹിക്കുക, അല്ലാതെ വേറെ എന്താണ് മാർഗം? അതങ്ങ് നടക്കട്ടെ. ജനങ്ങളെ ആ സന്തോഷത്തിൽ, ജനങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളിയാവാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കുക എന്നല്ലാതെ പരിഹസിക്കുന്നത് ഉചിതമല്ല എന്ന് മാത്രം എറണാകുളത്തെ ജനങ്ങളുടെ വികാരത്തെ മുൻനിർത്തി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേണമെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ അവകാശവാദം കോൺഗ്രസിൻ്റെ ബഹുമാന്യനായ നേതാവും പറഞ്ഞത് UDFൻ്റെ എന്തോ ഗർഭസ്ഥ ശിശുക്കളോ അങ്ങനെ എന്തോ ഒരു പ്രയോഗം നടത്തി. അങ്ങനെ പറയണ്ട. ഇപ്പോൾ ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വായിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു, അതിലൊരു വരി കാണുന്നില്ല. ഞാൻ കരുതിയത് അദ്ദേഹം ഞങ്ങളാണ് ഇതിന് തറക്കല്ലിട്ടതെന്ന് പറയുന്നു. ആ തറക്കല്ലിട്ടതെന്ന് പറഞ്ഞ വാചകം ഞാൻ കണ്ടില്ല. അതെന്തേ പറയാതിരുന്നത്? ഇവരാണ് തറക്കല്ലിട്ടതേ, അത് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ആ നാണക്കേട് അദ്ദേഹത്തിന് അറിയാം. അന്ന് കേരളം മുഴുവൻ കല്ലുകൊണ്ടുവന്നിട്ടു, നോക്കുമ്പോൾ ഒരു കടലാസില്ല. പണമില്ലാതെ പാലം പണിയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, 152.81 കോടി രൂപയാണ് ഈ 2 മേൽപ്പാലങ്ങൾക്ക് ചിലവായത്. പണം ഉണ്ടെങ്കിലല്ലേ പണിയാൻ പറ്റൂ. പണം നീക്കി വെച്ചിരുന്നോ? പണം നീക്കി വെക്കാതെ പണിയോ? ടെൻഡർ ചെയ്യാതെ, ടെൻഡർ അംഗീകരിച്ച് എഗ്രിമെന്റ് വെക്കാതെ കേരളത്തിൽ ഏതെങ്കിലും പദ്ധതിക്ക് തറക്കല്ലിടുമോ? ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ ചരിത്രത്തിൽ? അങ്ങനെ തറക്കല്ലിടുവോ? ഇത് പറ്റിക്കാനല്ലേ? എന്താണ് ഇതിന്റെ ചരിത്രം? നമുക്ക് ഈ ചർച്ചയുടെ തുടർച്ചയിലെ ചരിത്രത്തിലേക്ക് കൂടി പോകാം. അതിലേക്ക് വരാം സ്വരാജ്. ശ്രീ PR ശിവശങ്കർ കൂടി നമ്മോടൊപ്പം